എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ലിറ്റിൽ കൈറ്റ്സ് അഭിരുചി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. AI ഉപയോഗിച്ച് വ്യക്തികളുടെ വ്യാജ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നിർമ്മിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഡീപ്പ് ഫേക്കുകൾ. IIT മദ്രാസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ തദ്ദേശീയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം BaOS. മനുഷ്യഭാഷയ്ക്കനുസരിച്ച് പ്രതികരിക്കാൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ, സിരി പോലുള്ള വോയിസ് അസിസ്റ്റൻറ്റുകളിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഏതാണ്? ഉത്തരം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി സർക്കാർ അനുമതികൾ, ലൈസൻസുകൾ, ബിൽ പണമടയ്ക്കൽ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന കേരള സർക്കാരിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം കെ-സ്മാർട്ട്. കെ-സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപം കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. വെബ്സൈറ്റുകൾ വഴി ലഭ്യമാക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം വെബ് സെർവർ. ആമസോൺ പുറത്തിറക്കിയ ബുക്ക് റീഡറിൻ്റെ പേര് എന്താണ്? ഉത്തരം കിൻഡൽ. സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഉബുണ്ടുവിനെ കസ്റ്റമൈസ് ചെയ്താണ് കേരളത്തിലെ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന പുതിയ കൈറ്റ് GNU ലിനക്സ് OS തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനുപയോഗിച്ച ഉബുണ്ടു വേർഷൻ ഏതാണ്? ഉത്തരം ഉബുണ്ടു 22.04. OTT എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓവർ ദ ടോപ്പ്. വിക്കിപീഡിയ നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഉത്തരം 2001 ജനുവരി 15. സ്ക്രാച്ച് ജാലകം തുറന്നു വരുമ്പോൾ കാണുന്ന പൂച്ച ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്പ്രൈറ്റ്. ChatGPTയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സാം ആൾട്ട്മാൻ. OMRൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടിൻ്റെ പേരെന്ത്? ഉത്തരം ജെമിനി. AIയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോൺ മക്കാർത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണ്? ഉത്തരം റേഡിയോ നെല്ലിക്ക. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതാണ്? ഉത്തരം കൈരളി. ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ അറിയിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ? ഉത്തരം 1930. വിപണി മൂല്യത്തിൽ 5 ലക്ഷം കോടി ഡോളർ കടക്കുന്ന ലോകത്തിലെ ആദ്യ കമ്പനി? ഉത്തരം എൻവിഡിയ. ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം? ഉത്തരം അൽബേനിയ. ജിംബിൻ്റെ
ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം വിൽബർ. സ്പ്രൈറ്റിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഏത് ടാബിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം മോഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. പ്രധാനമായും ഇൻ്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ നാണയമാണ്? ഉത്തരം ബിറ്റ് കോയിൻ. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ടിം ബെർണേഴ്സ്-ലീ. ആദ്യ കമ്പ്യൂട്ടർ യന്ത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം അനലിറ്റിക് എഞ്ചിൻ. എത്ര ബിറ്റുകൾ ചേരുന്നതാണ് ഒരു ബൈറ്റ്? ഉത്തരം 8 ബിറ്റുകൾ. ജിംബിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. ബ്ലൂടൂത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എറിക്സൺ. റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആര്? ഉത്തരം എർണോ റുബിക്സ്. ഗൂഗിൾ രൂപകൽപ്പന ചെയ്തത് ആരൊക്കെ? ഉത്തരം ലാറി പേജ്, സെർജ് ബ്രിൻ. GPS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം.